പാഠം 356. ഹലോ, ഗായത്രി ഉണ്ടോ? എന്താണ് വക്കീലേ, കൊച്ചുളപ്പാങ്കൽ തുടങ്ങിയ എഴുത്തുമായനാണല്ലോ. ഇന്ന് പരീക്ഷയാണോ? ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കേസും ഓരോ പരീക്ഷയില്ലേ. ഇന്നത്തെ കേസ് കുറച്ച് കടുപ്പാ മോഹനേട്ടാ. എന്ത് കേസ്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് പെൺകൊച്ചിന്റെ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് നേരെ ചെന്ന് പെൺകൊച്ചിനെ കൊണ്ടുപോയി പൊക്കിയെടുത്ത് ലോക്കപ്പിലിട്ടു. ആ കേസ് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. പാവം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവന്മാർക്ക് അങ്ങനെ തന്നെ വേണം. മോഹനേട്ടൻ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ നാട്ടിലെ നിയമം അനുസരിച്ച് അങ്ങനെ പറ്റില്ല. പ്രായപൂർത്തിയായ ഒരാണിനോ പെണ്ണിനോ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാനുള്ള അവകാശമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് നിയമത്തിൽ അങ്ങനെ പലതും കാണും. പക്ഷേ ഭാമേ, നിയമത്തെക്കാൾ വലുതാണ് മനുഷ്യത്വം. 18 വയസ്സായ ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഒരാളോട് ഇറങ്ങിപ്പോകുമ്പോ അതുവരെ അവളെ ലാളിച്ച് ഓമനിച്ചു വളർത്തിയ അവളുടെ അച്ഛനും അമ്മയുമാണ് കബളിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ലാളിച്ച് ഓമനിച്ച് വളർത്തുന്ന കൂട്ടത്തില് മകളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ മനസ്സിലാക്കൂടെ ചെയ്യേണ്ടത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ പെൺകുട്ടികൾ ഒളിച്ചോടിയിരിക്കും. അതിന് പാവം കാമുകനെ മാത്രം പിടിച്ച് ലോക്കപ്പിലിടുന്നത് എവിടെ തന്നെയായോ? ഭാമേ, 18 വയസ്സ് പ്രായമെന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നുമല്ലത്. പെൺകുട്ടികൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ള പ്രായമാണത്. ആ സമയത്ത് പലവിധ പ്രലോഭനങ്ങളിലൂടെയും കള്ളത്തരങ്ങളിലൂടെയും പെൺകുട്ടികളെ സ്വാധീനിച്ച് വഴിതെറ്റിക്കുന്ന ഒരുപാട് ബിരുദന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഹലോ, അല്ലല്ലോ. ഇത് ഗായത്രിയുടെ ഫോണല്ലേ? അല്ല, ഇതെന്റെ ഫോണാണ്. കുട്ടിയുടെ പേരെന്താ? എനിക്ക് കുട്ടിയായിട്ടില്ല. ആകുമ്പോ പേരിട്ടിട്ട് അറിയിക്കാം. ഈ നമ്പർ തന്നെ വിളിച്ചാ മതിയല്ലോ അല്ലേ? വിളിച്ച നമ്പർ തെറ്റാണെന്ന് അറിയുമ്പോ ഒരു സോറി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതിന് പകരം പിന്നെ സംസാരം. അവന് ഞാൻ ആരാണെന്ന് അറിയണം. കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരം ഞരമ്പ് രോഗികളായ ആണുങ്ങൾ ധാരാളമുള്ള നാടാണ് നമ്മുടേത്. ഇപ്പോ നീ ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു. 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ പേര് ചോദിക്കുമ്പോ പറഞ്ഞു പോയനെ. കുറച്ചു കഴിഞ്ഞ് അവൻ വീണ്ടും വിളിക്കും, സംസാരിക്കും. അങ്ങനെ അതൊരു ശീലമായി മാറും. ഒടുവിൽ അത് പ്രേമമായി മാറും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുത്തനെ അങ്ങനെ പ്രേമിച്ച് ഒടുവിൽ അവൻ വിളിക്കുമ്പോ അങ്ങനെ ഇറങ്ങിപ്പോവും. ഇങ്ങനെ പോകുന്ന പെൺകുട്ടികളാണ് ചതിക്കപ്പെടുന്നത്. അതേ നമ്പറിൽ തന്നെയാണല്ലോ. ഹലോ, അല്ല എന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞില്ലേ സഹോദര? കല്ലിയങ്കാട്ട് നീ എന്താ മോനെ വേണ്ടത്? ചൂടാവാത്ത ചങ്ങാതി, ഫോണാവുമ്പോ ചിലപ്പോ നമ്പർ മാറിപ്പോ. അതങ്ങ് ക്ഷമിച്ചുകൂടെ? ഹലോ, കട്ട് ചെയ്തു. ഇതേതോ ഞരമ്പ് രോഗി തന്നെ. ഇനി ഒരു പ്രാവശ്യം വിളിച്ച അവൻ വിവരം പറയും. നോക്കൂ. വിളിച്ചല്ലോ. ഹലോ, ഗായത്രിയാണോ? അതെ. അതെയോ? ആ, അപ്പൊ ആദ്യം അല്ലാന്ന് പറഞ്ഞതോ? ഓ, അത് ശരി. അപ്പൊ നിനക്ക് അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം വിളിച്ചതാണ്. മോനെ, ഇനി ഒരു പ്രാവശ്യവും കൂടി നീ വിളിച്ചാൽ ഈ നമ്പർ പോലീസിന് സൈബർ സെല്ലിൽ കൊടുക്കും ഞാൻ. പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഹലോ ഹലോ, കട്ട് ചെയ്തു. അവന് പേടിയുണ്ട്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഭാമേ? പല ആണുങ്ങളും ഇങ്ങനെയാണ്, ഇത്തരം തരികിട പരിപാടികൾ കാണിക്കും. നീ ഇപ്പൊ കേസ് വാദിക്കാൻ പോകുന്നത്
ഇങ്ങനെ ഒരു പ്രേമക്കേസിലെ കാമുകന് വേണ്ടി അല്ല എന്ന് എന്താണ് ഉറപ്പ്? ഹലോ 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 മിണ്ടുന്നില്ല. ഹലോ മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. മൊബൈലിൽ വിളിച്ചാൽ നമ്പർ കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഈ നമ്പറിൽ വിളിച്ചത്. മോഹനേട്ടാ ഞാൻ എടുക്കാം. ഹലോ ഗായത്രി അല്ലേ? ഓ അപ്പോ ചേട്ടനെന്റെ ലാൻഡ് ഫോൺ നമ്പർ അറിയാം. ചേട്ടന്റെ പേരെന്താ? പേരൊക്കെ ഞാൻ പറയാം. ആ പക്ഷേ ആദ്യം ഈ ദേഷ്യം ഒന്ന് കളയും. ഹലോ അനി, എന്റെ പ്രശ്നം എന്താണ്? നീ നടാ ആണുങ്ങളോട് സംസാരിക്കില്ലേ? മേലിൽ ഈ ഫോണിലേക്ക് വിളിച്ചാൽ ആട്ടിച്ചിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റിക്കളയും. മനസ്സിലാടാ? മനസ്സിലാടാണ് അഹങ്കാരി. ഇനി ഇവൻ വിളിച്ചാൽ ആ നമ്പർ നോക്കി അവന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൈ കഴിയാൻ തല്ലി ഓടിക്കും. നോക്കിയതേ അതാരാ? പോയി നോക്കിയല്ലേ അറിയാൻ പറ്റൂ. ഹലോ ഗായത്രി അല്ലേ? നിനക്ക് ഈ ഒരു ഒറ്റ പേര് മാത്രം അറിയോ? ഗായത്രി ചത്തുപോയി. ഇഡിയറ്റ്. നമസ്കാരം. നമസ്കാരം. ആരാണ്? എന്റെ പേര് ശങ്കർ. ഇത് PWD എഞ്ചിനീയർ നാരായണ സാറിന്റെ വീടല്ലേ? ശങ്കർ മലയാളിയാണോ? അതെ. മലയാളം വായിക്കാനും എഴുതാനും അറിയാമോ? അറിയാം. ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വായിക്കാൻ പറ്റുമോ? K മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസർ. ഇവിടെ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കൂടായിരുന്നോ? അബദ്ധം പറ്റി സാർ. അബദ്ധം എന്നല്ല പറയേണ്ടത്, അഹങ്കാരം. ഈ നാട്ടിലുള്ള സകല ആളുകൾക്കും അറിയാം ഇത് വില്ലേജ് ഓഫീസർ K മോഹനകൃഷ്ണൻ സാറിന്റെ വീടാണെന്ന്. തനിക്ക് മാത്രം അറിയില്ല. ഞാനിവിടെ താമസിക്കാൻ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. ആ കവലെ ചോദിച്ചപ്പോ ഈ റോഡിലേക്ക് വരുമ്പോ ഇടതുവശത്തുള്ള വീടാണെന്ന് പറഞ്ഞു. ആ ഇപ്പൊ മനസ്സിലായല്ലോ ഇതല്ല വീടെന്ന്. ഇനി സമയം കളയാതെ സ്ഥലപ്പെടാൻ നോക്ക്. വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വന്ന് എഞ്ചിനീയർ അന്വേഷിക്കുന്നു. എന്താ മോനേട്ടാ? ഈ മഹാന് PWD എഞ്ചിനീയർ നാരായണ സാറിന്റെ വീട്ടിൽ പോണം. ഇതാണ് വീടെന്ന് കരുതി കയറിയതാണെന്ന്. അതിനാണ് മോഹനേട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതെ, നാരായണ സാറിന്റെ വീട് കുറച്ചങ്ങ് അപ്പുറത്താ. ഈ വഴിയിലൂടെ കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോ ഇടതുവശത്ത് കാണുന്ന വീട്. ഗേറ്റ് സാറിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. പേരിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ. വായിച്ചാലേ കാണാൻ പറ്റൂ. ഒരു അബദ്ധം പറ്റിയതല്ലേ മോഹനേട്ടാ? ഇതുവഴി നേരെ അങ്ങ് പോയാ മതി. വലിയ ഉപകാരം. ചേച്ചിക്ക് ജോലിയില്ലേ? ഉണ്ട്, ഞാനൊരു വക്കീല. കണ്ടപ്പോഴേ തോന്നി. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ആളൊരു വക്കീലാണെന്ന്. അതെങ്ങനെയാ? ശങ്കറിന് മുഖലക്ഷണമൊക്കെ വശമുണ്ടോ? അതല്ല സർ. ഒന്നും പറയണ്ട. അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അധികം ചുറ്റിക്കറങ്ങാതെ സ്ഥലപ്പെടാൻ നോക്ക്. വലിയ ഉപകാരം ചേച്ചി. ചേച്ചി ഇവിടെ ഉണ്ടായത് നന്നായി. നന്നായി പറഞ്ഞ അപ്പൊ ശരി, ശങ്കർ പൊയ്ക്കോളൂ. ശരി. ഒരാൾ വഴി ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതെ അയാളെ ന്യായം നീതി പഠിപ്പിക്കണം മോഹനേട്ടാ. ഈ സ്വഭാവം മാറ്റി പറ്റുള്ളൂ. നിന്നെ പോലുള്ള സ്ത്രീകളുടെ ഈ സ്വഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഒരാൾ വീട്ടിൽ വന്ന് മോശമായി പെരുമാറുമ്പോ അതിനെതിരെ പ്രതികരിക്കാതെ അവരെ സഹായിക്കുന്നത് വൃത്തികേടാണ്. എന്റെ മോഹനേട്ടാ, ആ പാവം ചെറുപ്പക്കാരൻ വീട് തെറ്റി ഇവിടെ ഒന്ന് കയറി വന്നു. അതെങ്ങനെ മോശപ്പെട്ട പെരുമാറ്റമാവും? വീട് തെറ്റി കയറി വന്നതല്ല മോശപ്പെട്ട സ്വഭാവം. പിന്നെ വീടിന്റെ വരാന്തയിൽ എഴുതി വെച്ചിരുന്ന പേര് വായിക്കാതിരുന്നത് ഒന്നാമത്തെ തെറ്റ്. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് നിന്റെ മോന്തയിലേക്ക് നോക്കിയിട്ട് നിന്നെ കണ്ടാലേ വക്കീലാണെന്ന് അറിയാമെന്ന് പറഞ്ഞത് അതിനേക്കാൾ മോശപ്പെട്ട സ്വഭാവം. അത് അയാൾ ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ലേ, അതിനിത്ര ദേഷ്യപ്പെടാൻ എന്താ ഉള്ളത്? അങ്ങനെയാണോ ഭംഗിവാക്ക് പറയുന്നത്? ഞാൻ എത്രയോ പേരെ ദിവസവും കാണുന്നു. അവരുടെയൊക്കെ മുഖത്ത് നോക്കി ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, പോലീസുകാരിയാണോ എന്ന് തിരക്കുന്ന മര്യാദ കേരളത്തിലില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ മുഖത്ത് നോക്കി ഇതുവരെ ആരും വില്ലേജ് ഓഫീസർ അല്ലേ എന്ന് ചോദിച്ചിട്ടുമില്ല.
അപ്പൊ അതാണ് കാര്യം. മോഹനേട്ടന്റെ മുഖത്ത് നോക്കി ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. സത്യം പറഞ്ഞ മോഹനേട്ടന്റെ മുഖത്ത് നോക്കിയാൽ ഒരു വില്ലേജ് ഓഫീസറാണെന്ന് തോന്നില്ല. അതാ പ്രശ്നം. പക്ഷേ എന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു വക്കീലാണെന്ന് തോന്നും. നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എടി ഇപ്പൊ നിന്നോട് കൊഞ്ചിക്കൊഴിഞ്ഞ് 2 വർത്താനമൊക്കെ പറഞ്ഞിട്ട് അയാളങ്ങ് പോയി. നാളെയും അവൻ വരും. അപ്പൊ എന്തുണ്ട് വക്കീലെ വിശേഷം എന്ന് ചോദിച്ചായിരിക്കും വരുന്നത്. ഇന്നത്തെ പരിചയം വെച്ച് നാളെ നീ അവനോട് സംസാരിക്കും. അതോടെ അവന് സ്വാതന്ത്ര്യമായി. മറ്റന്നാൾ അവൻ പിന്നെയും വരും. അപ്പൊ വേറെ വേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അവനെ പോലുള്ള തട്ടിപ്പുകാർ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റുന്നത് ഇങ്ങനെയാണ്. അതെ, അങ്ങനെ ഒരാഴ്ച ശങ്കർ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാനും ശങ്കറും തമ്മിൽ വലിയ അടുപ്പമാവും. അങ്ങനെ അടുപ്പം കൂടിക്കൂടി വരുമ്പോൾ ഒരു ദിവസം ആരും അറിയാതെ ഞാൻ അയാളോട് വിളിച്ചു കൊടുക്കും. ഇതല്ലേ മോനോട് പറയാൻ വന്നത്? ഞാൻ അങ്ങനെയൊന്നും പറയാനില്ല. നീ അവന്റെ കൂടെ ഓടിച്ചോടി പോകില്ലായിരിക്കും. പക്ഷേ പല പെൺകുട്ടികൾക്കും അബദ്ധം പറ്റുന്നത് ഇങ്ങനെയാണ്. അതോർത്താ എല്ലാവർക്കും നല്ലത്. മോഹനേട്ടാ, അങ്ങനെ അബദ്ധം പറ്റുന്നവരല്ല നമ്മുടെ നാട്ടിലെ പെൺകുട്ടികള്. കുറച്ചു മുന്നേ എനിക്ക് ഫോൺ ചെയ്തതുപോലെ ഫോൺ ചെയ്യുന്നവന്മാരെയും കള്ളസ്നേഹം നടിച്ച് കൂടെ കൂടുന്നവരെയും തിരിച്ചറിയാൻ ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് ബുദ്ധിയുണ്ട്. മോഹനേട്ടനെ പോലുള്ളവര് സകലത്തിന്റെയും സംശയത്തോടെ നോക്കുന്ന ഈ സ്വഭാവം ഉപേക്ഷിച്ചാൽ മതി. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നീയൊക്കെ അനുഭവിച്ചാലേ പഠിക്കൂ. അഹങ്കാരി അവനായിരിക്കും ആദ്യം വിളിച്ചാണ്. ഗായത്രി അല്ലേ എന്ന് ചോദിച്ചു വിളിക്കാനാ. ചെല്ല് ചെല്ല്. ഞാൻ ഇറങ്ങുന്നു ഗായത്രി. ഹലോ, അതെ ശങ്കറാണ്. ഞാൻ നാരായണ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ സാർ അവിടെ ഇല്ല. അതിരാവിലെ പുറത്തു പോയെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ 10 മണി കഴിഞ്ഞ് ഓഫീസിൽ പോയി നോക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? ശരി. ഹലോ, ഗായത്രി അല്ലേ? ഹലോ, ഗായത്രി അല്ലേ? ഹലോ 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 ഹലോ. ഇതവനല്ലേ വഴുതെറ്റി വീട്ടിൽ വന്നവൻ? ഹലോ, ഗായത്രി അല്ലേ? അത് ശരി. അപ്പൊ ഫോൺ ചെയ്ത് കളിക്കുന്നതും ഇവൻ തന്നെയാണ്. കൊള്ളാലോ. ഹലോ, ക്ലിയർ അല്ല. ഹലോ ഹലോ. എന്താ നീയാ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? സാറോ? ലൈൻ ക്ലിയർ അല്ല. ലൈൻ എങ്ങനെ ക്ലിയർ ആവും? അനിയന്റെ സ്വഭാവം ഒട്ടും ക്ലിയർ അല്ലല്ലോ. ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണോ അനിയ? എന്ത്? ഈ ഫോൺ ഇങ്ങെടുക്ക. എന്താ ഇങ്ങത്താനിയ? വില്ലേജ് ഓഫീസറല്ലേ ചോദിക്കുന്നത്. ഇത് നീ പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു പിടിച്ചാൽ മതി. അഹങ്കാരി. സർ, എന്റെ ഫോൺ ഇതാ. സാറേ, എന്റെ ഫോണിങ്ങാ സാറേ. സാറിന്റെ ഉദ്ദേശം എന്താ? പട്ടാ പകൽ പിടിച്ചു പറിക്കുന്നോ? പിടിച്ചു പറയാണോ അല്ലേന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. രാവിലെ നീ എന്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചു. അത് കഴിഞ്ഞ് ലാൻഡ് ഫോണിലേക്ക് ഫോൺ ചെയ്ത് മടുത്തപ്പോ വീട്ടിൽ കയറി വന്നു. നിനക്ക് PWDയിലെ കോൺട്രാക്ടർ നാരായണ സാറിന്റെ വീടറിയണോ അല്ലേ? നിന്നെ ഭാമയോട് നീ കൊഞ്ചിക്കൊഴാൻ പോയപ്പോഴേ എനിക്ക് ഇതിനെ സംശയമായിരുന്നു. എന്നിട്ടും പട്ടാപ്പകൽ വീട്ടിൽ കയറി തെമ്മാടത്തരം കാണിക്കുന്ന അറിഞ്ഞില്ല. എടാ ശങ്കറേ, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുത്തിക്കാതെ വേറെ പ്രശ്നമില്ല. സാറേ, ഫോൺ ഞാൻ അടിച്ച് പൊട്ടിക്കുതിപ്പാ. സാറേ, എന്റെ ഫോൺ നിന്നോട് ആരാടാ പറഞ്ഞത് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയാണ് കൊഞ്ചിക്കൊടയാനായിട്ട്? നീ എന്താ
വില്ലേജ് ഓഫീസറുടെ ഷോൾഡർ സാർ എന്റെ ഫോൺ ഇങ്ങനെ പറഞ്ഞത്. വില്ലേജ് ഓഫീസറുടെ തട്ടിക്കറി പിടിച്ചോ നീ നിന്റെ ഫോൺ ഞാൻ അടിച്ച് പൊട്ടിക്കും. മോഹനേഷ് സാറല്ലേ ഇത്? സാറേ 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 വിട്. എന്നെ വിടാനോ? സാറേ എന്താ പ്രശ്നം? മാറിയില്ല കുട്ടാ, എന്താ പ്രശ്നം? അഹങ്കാരി. ഞാൻ പറയുന്നത് സാറേ, പ്രശ്നം ഉണ്ടാക്കില്ല. എന്താ പ്രശ്നം? എന്റെ ഭാമയുടെ ഫോണിൽ വിളിച്ച് വേണ്ടതിനെ പറഞ്ഞു. എന്താണ് ശങ്കരേ, എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അറിയില്ലെന്നേ. ഓഹോ, അപ്പൊ ഉത്തമനെ അറിയാം. പിന്നെ അറിഞ്ഞൂടാതെ സാറേ, ദാ നമ്മുടെ റേഷൻ കടയുടെ കിഴക്ക് ഭാഗത്തുള്ള വീട്ടിൽ താമസിക്കാൻ വന്നവനാണ് അവൻ ശങ്കർ. എന്താ ശങ്കര കാര്യം പറ? ഇയാൾക്ക് പ്രാന്ത അല്ല എന്താ? സാറേ, ചുമ്മാ ഇരിക്കാൻ, പ്രശ്നം ഉണ്ടാക്കരുത്. ഭ്രാന്തനെന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് ധൈര്യം വന്നെടാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. എന്താ ഇവൻ രാവിലെ ഭാമയുടെ ഫോണിൽ വിളിച്ച് ഗായത്രിയാണോ ഗായത്രിയാണോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവൻ വീട് തെറ്റിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വന്നു. ഇപ്പൊ ഞാൻ ഇതുവഴി വരുമ്പോ ഇവൻ ഫോൺ ചെയ്ത് ഗായത്രിയാണോ ഗായത്രിയാണോ എന്ന് ചോദിക്കുന്നു. ഗായത്രി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ശങ്കറിന്റെ പെണ്ണും പിള്ളേരുടെ പേരാണ്. ഇവന്റെ ഭാര്യയുടെ പേരാണ് ഗായത്രി എന്ന പേര്. അവന്റെ ഭാര്യ വിളിക്കുന്നത് സാറിനെന്തോന്ന്? അങ്ങനെ പിന്നെ ഗായത്രി ആണോ എന്ന് ചോദിക്കില്ല. ഗായത്രി പെണ്ണോ എന്ന് ചോദിക്കണോ? ഇവൻ എന്തിനാ ഭാമയുടെ ഫോണിലേക്ക് വിളിച്ചോ? വിളിച്ചാ നീ ഞാൻ വിളിച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോൺ നോക്കിക്കോ. ഞാൻ വേറെ ആരും വിളിച്ചിട്ടില്ല. സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വക്കീലിനെ ഫോൺ വിളിച്ചത് ശങ്കറാണെന്ന് സാറിനോട് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ആ ഫോൺ ഇങ്ങട് നോക്ക്, നോക്കാം കൊട്ട്. ഇതിലെന്തായാലും വക്കീലിന്റെ നമ്പർ ഇല്ല. ഇല്ലെന്നില്ല, ഒക്കെ വെറുതെ സാർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. ഇതാ നോക്ക്, ഉണ്ടാ ഉണ്ടാ ശങ്കരെ, എന്നാ നിന്റെ ഫോൺ നീ പോവാൻ നോക്ക്. ഭ്രാന്തന്മാരെയാണോ ഈ നാട്ടില് വില്ലേജ് ഓഫീസർമാരാക്കുന്നത്? കഷ്ടം. നീ പോരാ, പോവല്ലേ പറഞ്ഞു. എന്റെ പൊന്നെ, എന്തോ സാറേ വക്കീലിന്റെ ഫോണിൽ ആരോ വിളിച്ചെന്ന് പറഞ്ഞ അവനെന്തോന്ന് വിളിച്ചു? അവന്റെ പെണ്ണുപിള്ള വിളിച്ചൂടെ? സമയം 9:45 കഴിഞ്ഞെന്ന് തോന്നുന്നു. സാർ ഓഫീസിൽ പോകാൻ നോക്ക്. എന്റെ പൊന്നപ്പോ, ഇങ്ങനെ ഒരു ജന്മം. ഉത്തമ, ഇനി എന്താണ്? ഇവിടെയാണോ സംഭവം? മാമ അറിയരുത്. എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അറിയുന്നത് അല്ലേ? ശരി, പോയി. ഞാനിപ്പോ ഒന്നും നന്നായി. ഇല്ല, ആ ചെറുക്കൻ്റെ ഇടി കൊണ്ട് മോനൊരു സാർ ഇപ്പൊ റൊട്ടി പോലെ ചുരുണ്ടനെ. ഇങ്ങനത്തെ ഒരു ജന്മം എൻ്റെ അമ്പോ. ഹലോ, അതെ സത്യഭമയാണ്. ദിലീപേ, എന്തുണ്ട് വിശേഷം? നീ ദുബായിന്ന് വന്ന കാര്യമൊക്കെ ചെറിയ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാലും നീ എന്തൊരു മനുഷ്യനാടാ. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടും നിനക്കൊന്നും വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ. വിളിച്ചോ? എപ്പോ? അതെന്തായാലും കൊള്ളാലോ. എടാ ഭയങ്കര. നീ എന്നാ ഇങ്ങോട്ട് വരണേ? ആണോ? മോഹനട്ട് വരാൻ നേരാവണേ ഉള്ളൂ. ആഹാ, എന്ത് കറക്റ്റാ. മോഹനട്ട് വന്നു, ഞാൻ കൊടുക്കാട്ടോ. ആണോ? എന്നാ ശരി. മോഹനട്ടൊന്ന് നേരത്തെ എത്തിയോ? ഇതെന്തുപറ്റി? വലിയ ഗൗരവം. ഒന്നുമില്ല. എന്തുപറ്റി? വില്ലേജ് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഷർട്ടൊക്കെ ചുളിഞ്ഞിരിക്കുന്നു. ഉത്തമന് ഇതുവഴിയല്ലോ വന്നിരുന്ന? ഇല്ലല്ലോ. ഫോൺ വിളിച്ചോ? ഇല്ലെന്നേ. എന്താ? ഒന്നുമില്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചാ. ആ മോഹനട്ടാ, ചെറിയമ്മയുടെ മോൻ ദിലീപ് കഴിഞ്ഞ ആഴ്ച ദുബായിന്ന് വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവൻ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്.
അവനോട് ഞാൻ ഫോൺ സംസാരിച്ചോണ്ടിരുന്നത്. അവന്റെ പഴയ കുസൃതിക്ക് ഒരു കുറവുമില്ല. രാവിലെ എന്റെ ഫോണിലേക്ക് വിളിച്ച് ഗായത്രിയാണോന്ന് ചോദിച്ചില്ലേ, അത് ദിലീപായിരുന്നു. ആ, എന്റെ മോഹനേട്ടനെ വെറുതെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്കപ്പോഴേ തോന്നിയതാ, ആരോ കളിയാക്കുന്നതാണെന്ന്. അല്ലെങ്കിൽ മൊബൈൽ നമ്പറും ലാൻഡ് ഫോൺ നമ്പറും ഒരുമിച്ച് എങ്ങനെ കിട്ടാനാ, അല്ലേ? നിനക്ക് അങ്ങനെ തോന്നിയായിരുന്നു, എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല, ഉറപ്പില്ലാത്തൊരു കാര്യം പറയുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോ ഞാൻ അടുത്ത ആഴ്ച ദിലീപ് വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാര്യമായിട്ടൊരു സദ്യ ഉണ്ടാക്കണം, വേണ്ടേ? പിന്നെ വേണ്ടേ? അവന് നീ വന്നോട്ടെ. അവന് ഞാൻ സദ്യ മാത്രമല്ല ഒരുക്കി കൊടുക്കാൻ പോകുന്നത്. അതെന്താ മോഹനേട്ട ഒരു ഇഷ്ടക്കുറവ്? എനിക്കോ? എനിക്കൊരു ഇഷ്ടക്കുറവില്ല. ഞാൻ സത്യത്തിൽ ദിലീപിനെ കാണാൻ കാത്തിരിക്കുക. ഇനി അവനൊന്ന് വന്ന് കിട്ടിയാ മതി. അതുപോലത്തെ ഉപകാരമല്ലേ അവർക്ക് ചെയ്തു തന്നത്. സത്യഭാമയുടെ അനിയൻ അളിയനെ കളിയാക്കാൻ ഉപയോഗിച്ചതും വഴിയെ പോയ ശങ്കർ സ്വന്തം ഭാര്യയെ വിളിക്കാൻ ഉപയോഗിച്ചതും ഒരേ പേരാണെന്ന് മാത്രമായിരുന്നു ഇന്നത്തെ പ്രശ്നം. എന്തായാലും കാര്യങ്ങൾ വഷളാകുന്നതിന്റെ അപ്പുറം വഷളായ നിലയ്ക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്തുചാട്ടവും മുൻവിധികളുമായി മോഹനകൃഷ്ണനും സമാധാനവും സാന്ത്വനവുമായി സത്യഭാമയും യാത്ര തുടരുന്നു.